എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, എനിക്കിത് ഡയറക്റ്റ്ലി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പ്ലേസ് ചെയ്ത് വിൽക്കാൻ പറ്റുമോ? എല്ലാ കേസിലും അത് പോസിബിൾ അല്ല. പോസിബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫുൾ ഉണ്ട്, എനിക്ക് ഫുൾ ആയിട്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ആ സൂപ്പർ മാർക്കറ്റിലുള്ള ആൾ അത് പ്ലേസ് ചെയ്യാൻ തയ്യാറാവുന്നതിന് മുന്നേ അവരെ സൈഡ് മാത്രമാണ് നോക്കുക. എന്തെന്ന് വെച്ചാൽ ചില ബ്രാൻഡ് പ്രൊഡക്റ്റ് വെക്കും, ഇട്ടച്ചിട്ട് പോവും, അതൊരു ബേർഡനായി മാറും, ചിലപ്പോൾ വിറ്റ് പോയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. അപ്പം ആരാണ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് ചോദിക്കുക ബ്രാൻഡ് ചെല്ലുമ്പോൾ. ഇല്ല, അപ്പോൾ ബ്രാൻഡ് പറയുക ഓക്കെ ഇറാസ് വെഞ്ചേഴ്സ് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, അതല്ലെങ്കിൽ ഇല്ല ഞങ്ങൾ ഫുൾ ഡയറക്റ്റാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ രീതിക്കാണ് സംസാരിക്കുക. ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകുമ്പം ഉള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാസ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ധൈര്യത്ത് വെച്ചൂടെ, ഓർഡർ ഞാൻ തരാം. കാരണം ഒരു ട്രസ്റ്റ് ഇറാസ് വെഞ്ചേഴ്സിനോടുണ്ട്. അതാണ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകുമ്പോഴുള്ള ബെനിഫിറ്റ്. ആ ഒരു ഹൈറാർക്കി അപ്പം എങ്ങനെയാ? ബ്രാൻഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ്. ഇപ്പം വലിയ ബ്രാൻഡുകളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ആ സ്ട്രാറ്റജിയിൽ പോകും. ആദ്യം സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്, ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് റീറ്റെയിലേഴ്സ്. ടേൺസ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. നേരെ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തെത്തും, അത് കഴിഞ്ഞ് സ്റ്റോക്കിസ്റ്റിൻ്റെ അടുത്തെത്തും, പിന്നെ സൂപ്പർ സ്റ്റോക്കിസ്റ്റിൻ്റെ അടുത്തെത്തും.